നമുക്ക് ഒട്ടും തന്നെ അത്ഭുതകരമായ ഒരു പ്രകടന പത്രികയല്ല കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത്ഭുതകരമല്ല എന്ന് ഞാൻ പറയുമ്പോൾ, നടപ്പാക്കാൻ കഴിയുന്ന വാഗ്ദാനങ്ങളാണ് ഈ പ്രകടന പത്രികയിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്ന് മാത്രവുമല്ല, 2004 മുതൽ 2014 വരെയുള്ള UPA സർക്കാരിൻ്റെ ഭരണകാലത്ത് അവർ നടപ്പാക്കി വന്ന പദ്ധതികളുടെ ഒരു തുടർച്ചയായി തന്നെ നമുക്ക് ഈ പ്രകടന പത്രികയെ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തൊരു അത്ഭുതവും ഇല്ല എന്ന് പറയുന്നത്. ഇപ്പം പ്രധാനമായും ഞാൻ കാണുന്നത്, ഈ കഴിഞ്ഞ 2-3 മാസമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ കാസ്റ്റ് സെൻസസ്, ജാതി സെൻസസ് എന്ന് പറയുന്ന വിഷയം. ജാതി സെൻസസ് നടപ്പാക്കും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്നാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഏറ്റവും മുഖ്യമായി പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, 1931 അവസാനമായി കാസ്റ്റ് സെൻസസ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. അത് ബ്രിട്ടീഷുകാരാണ് നടത്തിയത്. എന്നാൽ അതിനുശേഷം വന്ന ഭരണകൂടങ്ങളൊന്നും തന്നെ അത്തരത്തിലൊരു സെൻസസിൻ്റെ മുൻകൈ എടുത്തിരുന്നില്ല. അത് സമൂഹത്തിൽ വിഭജനമുണ്ടാക്കും എന്നൊരു സങ്കല്പമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2010 അന്നത്തെ UPA സർക്കാർ, മൻമോഹൻ സിംഗ് ഗവൺമെൻറ് പാർലമെൻറ്റിൽ കാസ്റ്റ് സെൻസസിൻ്റെ ആവശ്യകതയെക്കുറിച്ച് 2 സഭകളിലും ചർച്ച ചെയ്യുകയും 2011 അത് നോട്ടിഫൈ ചെയ്യുകയും ചെയ്തു. അങ്ങനെ 2011 ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറീസിലും കാസ്റ്റ് സെൻസസ് നടന്നു. അപ്പോൾ അത് നടപ്പാക്കിയ ഒരു മുന്നണിയാണ് കോൺഗ്രസ് മുന്നണി, അത് നടപ്പാക്കിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. പക്ഷേ കാസ്റ്റ് സെൻസസ് പൂർത്തീകരിക്കാൻ ആ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. പൂർത്തിയായി 2015 അരുൺ ജെയ്റ്റ്ലി പാർലമെൻറ്റിൽ നടത്തിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്, ഈ സെൻസസ് പൂർത്തിയായി, പക്ഷേ അതിനകത്ത് ഒരുപാട് എറേഴ്സ് വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അതിൻ്റെ ഭാഗമായി 2016 മോഡി സർക്കാർ ഒരു കമ്മിറ്റിയെ തീരുമാനിച്ചു. ആ കമ്മിറ്റിയുടെ അധ്യക്ഷനായി ചുമതലപ്പെടുത്തിയ അന്നത്തെ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനായിട്ടുള്ള അരവിന്ദ് പനഗാരിയ എന്ന് പറയുന്ന ഒരാളെയാണ്. അങ്ങനെ ഒരു കമ്മിറ്റി പ്രഖ്യാപിച്ചു എങ്കിലും അതിനകത്ത് ഒരൊറ്റ മെമ്പർമാരെ പോലും പ്രഖ്യാപിച്ചില്ലെന്ന് മാത്രമല്ല, ഈ നിമിഷം വരെ ആ കമ്മിറ്റിയുടെ ഒരു യോഗം പോലും നടന്നിട്ടില്ല. 8 വർഷമായി. അപ്പം കാസ്റ്റ് സെൻസസ് നടപ്പാക്കുന്നത് സംബന്ധിച്ച് യാതൊരു ഇനിഷ്യേറ്റീവും BJP എടുത്തിട്ടില്ല, അത് അവരുടെ നയവുമല്ല. എന്നാൽ അത് നടപ്പാക്കാൻ ശ്രമിച്ച, ഒരു പരിധിയോളം നടപ്പാക്കിയ UPA ഗവൺമെൻറ്, ഇപ്പോൾ കോൺഗ്രസ് അത് വീണ്ടും നടപ്പാക്കുമെന്ന് പറയുമ്പോൾ അതിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് അവർ കമ്മിറ്റഡാണ്. അതിൻ്റെ തുടർച്ചയിൽ നമ്മൾ കാണേണ്ടത്, ഈ SC/ST പോപ്പുലേഷന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ബഡ്ജറ്റ് പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. വളരെ അനിവാര്യമായൊരു കാര്യമാണത്. നമ്മുടെ പാർലമെൻറ്റ് എടുത്ത് നോക്കിക്കോളൂ, 84 സീറ്റുകൾ നമ്മൾ SC വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുണ്ട്, 47 സീറ്റുകൾ ST വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുണ്ട്. ആകെ നമ്മുടെ പാർലമെൻറ്റിലെ അംഗസംഖ്യ 543 ഏതാണ്ട് 1/5 സീറ്റുകൾ അവർക്ക് സംവരണം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ പോപ്പുലേഷനിൽ അവരുടെ ഒരു പ്രാധാന്യം വളരെ പ്രധാനമാണ്. ആ വിഭാഗം അതിൻ്റെ ജനസംഖ്യ ആനുപാതികമായി വർദ്ധിച്ചിട്ടുമുണ്ട്. ആ വിഭാഗത്തിൻ്റെ അവശതകളെ അഡ്രസ്സ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു പ്രത്യേക ബജറ്റ് തന്നെ അവർക്ക് വേണ്ടി ഉണ്ടാക്കുമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. ഇനി മറ്റൊരു തുടർച്ചയായിട്ട് ഞാൻ കാണുന്നത്, ഈ തൊഴിൽ അതായത് മിനിമം വേജ് 400 രൂപയാക്കും എന്ന് പറയുന്നു. അതും UPA സർക്കാർ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നടപ്പാക്കിയ ഏറ്റവും വിപ്ലവകരമായ പദ്ധതിയാണ് NREG എന്ന് പറയുന്നത്, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. 2005 ആ പദ്ധതി മൻമോഹൻ സിംഗ് സർക്കാർ നടപ്പാക്കുന്നത്. അതായത് ഗ്രാമങ്ങളിലെ എല്ലാവർക്കും 100 ദിവസമെങ്കിലും തൊഴിൽ ഉറപ്പാക്കുക എന്നുള്ളതാണ് ആ പദ്ധതി എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഞാൻ എപ്പോഴും പറയാറുണ്ട്, 2009 ഈ വീണ്ടും UPA സർക്കാർ അധികാരത്തിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ NREG ആയിരുന്നു. അപ്പോൾ ആ പദ്ധതി നടപ്പാക്കിയിട്ടുള്ള സർക്കാരാണ് കോൺഗ്രസിൻ്റെ സർക്കാർ. അവരാണ് പറയുന്നത് ഇനിയിപ്പോൾ അത് മിനിമം വേജ് 400 രൂപയാക്കുമെന്ന് പറയുന്നു. അവിശ്വസിക്കേണ്ട കാര്യമില്ല, അത് അവരുടെ ഒരു തുടർ പദ്ധതിയാണ്. ആ അർത്ഥത്തിലൊക്കെ ഈ പറയുന്ന മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്, ഞാൻ പറയുന്നു, അത്ഭുതകരമല്ല, നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്ന ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് റൈറ്റ് ടു ഹെൽത്ത് ആണ്, ആരോഗ്യ സംരക്ഷണത്തിനുള്ള അവകാശം. അതും UPA സർക്കാരിൻ്റെ ഈ പറഞ്ഞ നയങ്ങളുടെ തുടർച്ചയാണെന്ന് കാണാം. 2005 ഇന്ത്യൻ സമൂഹത്തെ മാറ്റിമറിച്ച റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന ആക്ട് കൊണ്ടുവരുന്നത്. അത് മൻമോഹൻ സിംഗ് ആണ് കൊണ്ടുവരുന്നത്. വിവരാവകാശ നിയമം, റൈറ്റ് ടു ഇൻഫർമേഷൻ. ആ റൈറ്റ് ടു ഇൻഫർമേഷൻ തകർക്കുന്ന ഒന്നാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ അത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു അവകാശം ഇന്ത്യൻ ജനതയ്ക്ക് സംഭാവന ചെയ്ത കോൺഗ്രസ് UPA സർക്കാരിൻ്റെ തുടർച്ചയിലാണ് ഞാൻ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു ഹെൽത്ത് കാണുന്നത്. അതുമാത്രമല്ല കേട്ടോ, റൈറ്റ് ടു ഫുഡ്, ഭക്ഷണത്തിനുള്ള അവകാശം, അത് 2013 ഈ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് കൊണ്ടുവരുന്നത് വഴി നടപ്പാക്കിയ ഗവൺമെൻറ്റാണ് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്. അതേപോലെ തന്നെയാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അതും സംഭവിച്ചത് 2009. അപ്പോൾ 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ നടപ്പാക്കുന്നു, 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ നടപ്പാക്കുന്നു, 2013 ഈ ഭക്ഷണത്തിലുള്ള അവകാശം നടപ്പാക്കുന്നു. അപ്പോൾ അത് 3 നടപ്പാക്കിയ ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഈ റൈറ്റ് ടു ഹെൽത്ത് എന്ന് പറയുന്നത് ഞാൻ വളരെ പ്രധാനമായിട്ട് കാണുന്നു. അതേപോലെ തന്നെ യുവാക്കളെ അഡ്രസ്സ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. 30 ലക്ഷത്തോളം പുതിയ തൊഴിലുണ്ടാക്കും എന്ന് പറയുന്നു സെൻട്രൽ ഗവൺമെൻറ്റിൽ. അത് വളരെ പ്രധാനമാണ്. കാരണം വെച്ചാൽ ഇന്ന് നമ്മൾ ഏറ്റവും അവസാനം കണ്ടത് പാർലമെൻറ്റിൽ 4 ചെറുപ്പക്കാർ കയറി അവിടെ പ്രതിഷേധിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ രാജ്യം വലിയ തൊഴിലില്ലായ്മയിലേക്ക് പോകുമ്പോൾ യുവാക്കൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വലിയ വാഗ്ദാനം അത് മുന്നോട്ട് വയ്ക്കുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം,
ഈ സെൻട്രൽ ഗവൺമെൻറ് ജോബിൽ 50% സ്ത്രീകൾക്ക് റിസർവേഷൻ നൽകും എന്ന് പറയുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം സ്ത്രീകൾക്ക് 50% സംരക്ഷണം പിന്നെ റിസർവേഷൻ ഉറപ്പാക്കുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ ആശാ വർക്കേഴ്സിൻ്റെയും അംഗൻവാടി വർക്കേഴ്സിൻ്റെയും ഒക്കെ ശമ്പളം ഇരട്ടി കണ്ട് വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു. ആ അർത്ഥത്തിൽ നോക്കൂ, ഇന്ന് ഇന്ത്യ നേരിടുന്ന 2-3 പ്രശ്നങ്ങളെ കർഷകർക്കും ചില വാഗ്ദാനങ്ങളുണ്ട്. ഇപ്പോൾ MSP മിനിമം സപ്പോർട്ട് പ്രൈസ് സ്വാമിനാഥൻ ഫോർമുല തന്നെ നടപ്പാക്കും എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഈ ലോൺ എഴുതിത്തള്ളുന്നതിന്, കടം എഴുതിത്തള്ളുന്നതിന് ഒരു കൃത്യമായ കമ്മീഷനെ നിയോഗിച്ച് വർഷാവർഷം അതിനെ വിലയിരുത്തുമെന്ന് പറയുന്നു. ഞാൻ ഈ പ്രകടന പത്രികയുടെ ഒരു പ്രത്യേകതയായി പറയുന്നത് ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, കാർഷിക മേഖലയിലെ പ്രതിസന്ധി. അതിനെ കൃത്യമായി ഈ പ്രകടന പത്രിക അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത് നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തൊഴിലില്ലായ്മ അത് വളരെ പ്രധാനമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അവിടെയും നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന തുല്യതയില്ലായ്മ, അസന്തുലിതാവസ്ഥ, പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങൾ, അധസ്ഥിതർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ അവശതകളും അവരഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ പ്രതിസന്ധികളും അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കാസ്റ്റ് സെൻസസ് പോലെ വളരെ വിപ്ലവകരമായ ഒരു പദ്ധതി നടപ്പാക്കും എന്നുകൂടി പറയുന്നു. ആ അർത്ഥത്തിൽ നോക്കൂ, വൈകാരികമായി മനുഷ്യരെ സ്വാധീനിക്കാൻ കഴിയുന്ന വാഗ്ദാനങ്ങൾക്കപ്പുറം ഇന്ത്യൻ സമൂഹത്തിൽ കൃത്യമായി നടപ്പാക്കേണ്ട അനിവാര്യമായ കാര്യങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രിക അവതരിപ്പിച്ചിരിക്കുന്നു എന്നത് അങ്ങേയറ്റം എന്താ പറയുക നല്ലൊരു കാര്യമാണ്. ആ അർത്ഥത്തിൽ അതിന് അംഗീകാരം ജനങ്ങൾ നൽകുകയാണ് എങ്കിൽ അത് വലിയൊരു മാറ്റം ഇന്ത്യയിൽ കൊണ്ടുവരും. ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതൊരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള പ്രകടന പത്രികയാണ്. അതാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. Meet the editors.